നിങ്ങൾക്ക് ചിലപ്പം തോന്നും ഇവൾക്ക് ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് മാത്രമുള്ളല്ലോ. അതായത് 2 ദിവസത്തിനാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നിട്ട്. ഞാൻ വിചാരിച്ചു എല്ലാം വലിച്ച വാരി ഇങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വലിക്കണമല്ലോ കരുതുമ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ നൈറ്റി ആണല്ലോ ഇടുന്നത്. പിന്നെ ഇന്ന് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതിൽ ഒരു 5 പേരുണ്ട്. അതിൽ 3 പേരൊന്ന് മീറ്റ് ചെയ്യാൻ പോകണം, 2 പേർക്ക് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ ഒരു 3 പേരാണ് ഗൈസ്. അത് ഇവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളൊക്കെ പോവാന്നൊക്കെ പറയില്ലേ, അത് ഇവരുടെ കൂടെ ഇരിക്കുന്ന ടൈമിലാണ് കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന എനിക്ക് ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് എപ്പോഴും കാണാനൊന്നും പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഈ ഒരു മുതലിനെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവളുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണെന്നുള്ള പ്രശ്നം എന്നറിയോ, നമുക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഫുൾ ടൈം ഇവളെ തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് പറയുക, അമ്മാതിരി എക്സ്പ്രഷൻസാണ് മുഖത്തുനിന്ന് വരുന്നത് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവളുടെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളോട് മറന്നു പോകും. അത്ര ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ ഒരുപാട് ടൈമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം എനിക്ക് ഇന്ന് തന്നെ ഇക്കാൻ്റെ വീട്ടിൽ തിരിച്ചു പോകണേ.